Okay, നമുക്ക് നമ്മുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ ദാറ്റ് ലെറ്റ്സ് വെയിറ്റ് ഫോർ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് ഫോർ അവർ റെഗുലർ സ്റ്റുഡൻസ് ടു ജോയിൻ. ഗുഡ് മോർണിംഗ് ജോണി. സോ ആസ് യൂഷ്വൽ നമുക്ക് നമ്മുടെ ലൈവ് സെഷൻ നമുക്കൊരു എന്താ പറയുക, ഒരു കോട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. So life is like riding a bicycle. To keep your balance, you must keep moving. അപ്പോൾ എന്താണ്, നമ്മുടെ ലൈഫ് ഇസ് ലൈക്ക് ഒരു ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു ഗെറ്റ് എ ബാലൻസ് യു ഹാവ് ടു കീപ്പ് മൂവിങ്. മുമ്പോട്ടത്തേക്ക് പോവുക, മൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ബാലൻസ് കിട്ടുക എന്ന് പറയുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ കീപ്പ് മൂവിങ് ഓൺ യുവർ ലൈഫ്. Even if in any difficult situations you may come across a lot of obstacles in your life, just make sure that you are moving on for your bright future. Okay, അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ജോയിൻ ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. ലെറ്റ്സ് വെയിറ്റ് ഫോർ എ കപ്പിൾ ഓഫ് സെക്കൻഡ്സ്. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന റീഡിങ്ങിൻ്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എന്താണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്? So this short answer questions, in this type of questions you are asked to locate informations in the passage and answer a question in the number of words specified in the instructions, which can range from no more than 3 words and or a number, 1 word only, or no more than 2 words. അപ്പം ഈ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മളോടൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാവും. ഐദർ യു ഹാവ് ടു ഫൈൻഡ് 3 words. ഒരു 3 words ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നമ്പർ ആയിരിക്കാം, ഇനി അതല്ലെങ്കിൽ ഒരു 1 word ആയിരിക്കാം, or can be a 2 words. It's all depend upon the question. You have already given a particular instructions in the question to find out. എന്താണ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ട ഒരു ടാസ്ക്, അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു വേർഡ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ ദി ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷൻസിനകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ആ നമ്പർ ഓഫ് വേർഡ്സ്, ദറ്റ് ക്യാൻ ബി എ 2 word, 3 word, ഓർ ഈവൻ ക്യാൻ ബി എ നമ്പർ, ഒരു നമ്പറും ആകാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ടാസ്ക് പോകുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഏതൊരു കൈൻഡ് ഓഫ് റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിലും ഒരുപാട് എന്താ പറയുക ടിപ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെ ടിപ്സാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. സോ ഫോർ ദ ഫസ്റ്റ് ടിപ്പ് ഈസ് റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. അപ്പം നമ്മൾ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ്റെ മാത്രമല്ല, ഫ്രം ദ ബിഗിനിങ് ഓഫ് അവർ എവറി ലൈഫ് സെഷൻസ് ഞാൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പറയാറുള്ളതാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ ബേസിസിൽ മാത്രമേ നമുക്ക് എന്താ പറയുക, മുമ്പോട്ടത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഇൻസ്ട്രക്ഷൻസിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? ഓക്കെ, അതിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു, എന്താ മേ ബി നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒരു 2 word സെലക്ട് ചെയ്യാനായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ടു സെലക്ട് 3 word ഓർ എ നമ്പർ. ഇതിൽ ഒരു നമ്പർ എന്നൊരു ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് ഒരു നമ്പറും കൂടി ആയിരിക്കാം. നമ്മുടെ ഫോക്കസ് ഈ ഒരു 3 word മാത്രമാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്പർ ചിലപ്പോൾ മിസ്സായി പോകും, അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവില്ല. സോ റീഡ് ദി ഇൻസ്ട്രക്ഷൻസ് വെരി കെയർഫുള്ളി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത് റീഡ് ദി ഇൻസ്ട്രക്ഷൻസ് വെരി കെയർഫുള്ളി. ഓക്കെ, നൗ ദ സെക്കൻഡ് വൺ, റീഡ് ദ ടൈറ്റിൽ ഓഫ് ദി പാസേജ്.
പാസേജിൻ്റെ ടൈറ്റിൽ എന്താണ് എന്നുള്ളത് നമ്മൾ വായിക്കുക. കാരണം നമുക്ക് എന്താണ് പാസേജ് ഇസ് ഓൾ അബൌട്ട് എന്നുള്ളത് അറിയണമെങ്കിൽ ആ പാസേജിൻ്റെ ടൈറ്റിൽ വായിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആ ടൈറ്റിലിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ആ ഒരു പാസേജിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വി ഹാവ് ടു റീഡ് ദ ടൈറ്റിൽ ഓഫ് ദ പാസേജ്, റൈറ്റ്? അപ്പോൾ ആ ഒരു ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ ഒരു പാസേജിൽ ഉള്ളതെന്ന്. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് സോൾട്ട്, ഇങ്ങനെയാണ് നമ്മുടെ ഒരു പാസേജിൻ്റെ ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ എങ്കിൽ നമുക്ക് ആ പാസേജ് ത്രൂ ഔട്ട് ആ ഒരു സോൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ സോൾട്ടിനെ പറ്റിയിട്ടാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു പാസേജ് എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്ക് അവിടെ നിന്ന് കിട്ടുകയാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റീഡ് ദ ടൈറ്റിൽ ഓഫ് ദ പാസേജ് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ പാസേജ് ഓർ ദി ക്വസ്റ്റ്യൻ. ഏതൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പായാലും പാസേജ് നമ്മൾ വായിച്ച് തുടങ്ങുന്നതിന് മുമ്പായാലും ആ ഒരു ടൈറ്റിൽ വായിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നൗ go through the question statement. എന്താണ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ്? ആ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോവുക, എന്താണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടി ഒന്ന് ജസ്റ്റ് പോവുക, എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. ആ ഒരു ക്വസ്റ്റ്യനെ നമ്മളൊന്ന് ജസ്റ്റ് എന്താണ് ഇതിൻ്റെ മീനിങ്, വാട്ട് ദേ ആസ്ക്ഡ് ഫോർ, എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, now the third or the fourth tip is in IELTS short answer questions you should use words from the text rather than your own and do not change the words. Okay, അപ്പോൾ നമ്മൾ ചിലർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാസേജിൽ ചോദിച്ചിരിക്കുന്നതല്ലാതെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഓൺ ഐഡിയാസിൽ നിന്ന് എടുത്ത് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതൊരിക്കലും ചെയ്യാതെ ഇരിക്കുക. കാരണം നമ്മുടെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമുക്കൊരു റീഡിങ് അല്ലെങ്കിൽ എന്താ പറയുക IELTS എന്ന് പറയുന്നൊരു എക്സാം ഒരിക്കലും നമ്മുടെ നോളജ് എത്ര, ഈ ഒരു സബ്ജക്റ്റിൽ എത്ര നോളജ് ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എത്ര നോളജ് ഉണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ബട്ട് ഇൻസ്റ്റെഡ് നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ആ ഒരു ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ചില കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ അറിയാവുന്ന ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ആണ്, എന്താ പറയുക, ഒരു റിലേറ്റഡ് പാസേജ് ആണെന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു നോളജിൻ്റെ ബേസിസിൽ ചില ആൻസേഴ്സ് അസ്യൂം ചെയ്ത് എഴുതാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷെ അത് ഒരിക്കലും ചെയ്യാതെ ഇരിക്കാം. നമ്മളോട് ഒരിക്കലും അങ്ങനെ ചോദിച്ചിട്ടില്ല, എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അത് ഓൾറെഡി നമ്മുടെ പാസേജിൽ ആൻസർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ആൻസറിലേക്ക് നമ്മൾ എഴുതുക എന്നത് മാത്രമാണ് നമ്മുടെ ടാസ്ക്. ഒരിക്കലും നമ്മുടെ നോളജ് റിലേറ്റ് ചെയ്ത് പോവാതിരിക്കുക. ഓക്കെ, now quickly read through all of the questions so you can get an idea of what information you will have to find in the text. നമുക്ക് എന്താണ് ഈ പെർട്ടിക്കുലർ പാസേജിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഫുള്ളൊന്ന് വായിച്ചു കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും എന്താണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു ടാസ്ക് എന്താണ് എന്നുള്ളത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചു കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ പാസേജ് ജസ്റ്റ് ഗോ ത്രൂ ഓൾ ദ ക്വസ്റ്റ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്താണ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന ടാസ്ക് എന്താണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. സോ ഗോ ത്രൂ ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, യു മസ്റ്റ് ആൻസർ your answer must make sense grammatically to be correct. അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു വേർഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വേർഡ്സ് ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഇസ് എ 2 word or a 3 word നമുക്ക് ആ ഒരു എടുത്ത് നമ്മൾ എഴുതുന്ന വേർഡ്സ് ഇത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. ഗ്രാമാറ്റിക്കലിയും കൂടി കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വേർഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വെദർ ദിസ് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഓർ നോട്ട്, ആ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. All right. Okay. ഇനി എന്താ പറയുക, word limits can also cause people to throw away easy marks. If you write over the started word limit, you will get the answers anyway. അതായത് നമുക്ക് എന്താണ്, നമുക്കൊരു വേർഡ് ലിമിറ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ
ആദ്യം തൊട്ടിട്ട് പറയുന്നുണ്ട് ക്യാൻ ബി എ 2 word, ക്യാൻ ബി എ 3 word, ഇങ്ങനെയൊക്കെ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ് ലിമിറ്റിനപ്പുറം നമ്മൾ ഒരു സിംഗിൾ വേർഡ് കൂടി എഴുതിയാൽ പോലും നിങ്ങൾക്ക് ബാൻഡ് കിട്ടില്ല. അപ്പം ഒരിക്കലും ഓവർ റൈറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മളൊരു എന്താ പറയുക ഐഡിയാസ് എടുത്തിട്ട് എഴുതാൻ നിൽക്കരുത്. ആ ഒരു വേർഡ് ലിമിറ്റ് എത്രയാണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വേർഡ് ലിമിറ്റ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക, അത് മാത്രം എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, you don't have to read every word of the text. These questions test your ability to skim and scan for specific information. You also don't have time to read every words. അപ്പോൾ നമ്മൾ റീഡിങ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ ഇപ്പോഴും പറയുന്നതാണ് എന്താ, നമ്മൾ സ്കിം ആൻഡ് സ്കാൻ പരിപാടിയാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് അല്ലേ. നമുക്ക് എല്ലാം വായിച്ചിട്ട് ആൻസറിലേക്ക് പോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി പോസിബിൾ. അല്ലെങ്കിൽ നമുക്ക് മുഴുവൻ പാസേജും മനസ്സിലാക്കിയിട്ട് ആൻസറിലേക്ക് പോവുക എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എന്താണോ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷനെ സ്കാൻ ചെയ്യുക, സ്കിം ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് റീഡിംഗ് എന്ന് പറയുന്നൊരു മൊഡ്യൂളിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അത് മാത്രമേ ചെയ്യാവൂ. മുഴുവൻ വായിച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ ആരും വായിക്കാൻ നിൽക്കരുത്. ബിക്കോസ് നമുക്ക് നല്ലൊരു ടൈമില്ല. വി ഓൾ നോ ദാറ്റ് വി ഓൺലി ഹാവ് എ 60 minutes ആൻഡ് വി ഹാവ് ടു കംപ്ലീറ്റ് 3 passages, റൈറ്റ്. നമുക്കൊരു 3 passages ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് വി ഓൺലി ഹാവിങ് എ 60 minutes in our hand. ഈ ഒരു 60 മിനിറ്റിലാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും മുഴുവൻ പാസേജ് വായിച്ച് ഞാൻ ആൻസറിലേക്ക് പോകും എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ ഇരിക്കരുത്. ഫൈൻഡ് ഔട്ട് ദ കീവേഡ്സ്, ലൊക്കേറ്റ് ഇൻ ദ പാസേജ് ആൻഡ് ഗോ ത്രൂ ദ ആൻസേഴ്സ്. ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, students often see a word they don't understand in the question or text and either panic or spend too much time thinking about the meaning. ചില സ്റ്റുഡൻസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വേർഡ്സും നമുക്ക് എന്താ പറയുക അറിയുന്നൊരു കാര്യമായിരിക്കണം എന്നില്ല പാസേജിൽ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് നമുക്ക് അറിയണം എന്നില്ല. ചിലപ്പോൾ നമ്മുടെ പാസേജിൽ തന്നിട്ടുള്ള ഒരു വേർഡിനെ പറ്റിയിട്ട് ആ അറിയാത്ത ഒരു വേർഡിനെ പറ്റി, അല്ലെങ്കിൽ ഒരു നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു വേർഡിനെ പറ്റിയിട്ട് നമ്മൾ കുറേ പാനിക്കായിട്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് സമയം എന്താണിതെന്ന് ആലോചിച്ച് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്തിട്ടോ ദർ ഇസ് നത്തിങ് യൂസ്, റൈറ്റ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. നമ്മുടെ അത്രയും ടൈം വീണ്ടും വേസ്റ്റ് ആവുകയാണ്. നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമുക്ക് എളുപ്പമുള്ളൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ടൈം കൂടിയാണ് നമ്മൾ ഈ ഒരു അറിയാത്തൊരു വേർഡ് അല്ലെങ്കിൽ അറിയാത്തൊരു സെൻറ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഓവറായിട്ട് നിങ്ങളുടെ ടൈം ഒരു പെർട്ടിക്കുലർ അറിയാത്തൊരു വേർഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു സെഷന് വേണ്ടിയിട്ടോ വേസ്റ്റ് ചെയ്യാതെ ഇരിക്കുക. ഡോണ്ട് ബി പാനിക്. അറിയില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് യു ഓൾ നോ ദാറ്റ് നമുക്കിവിടെ നെഗറ്റീവ് മാർക്സ് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അറിയില്ല എങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്, അത് വിട്ട് കളയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, the answer appear in the same order as the text. നോർമലി നമ്മളുടെ ഈ ഒരു ആൻസേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓർഡറിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ ചിലപ്പം ഫസ്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്ന ആൻസറിൻ്റെ താഴെയായിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ആൻസേഴ്സ് വരുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഓർഡറിലായിരിക്കാം നമ്മുടെ ഈ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു ഓർഡറിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻ. നമ്മുടെ ലാസ്റ്റ് ലൈവിൽ സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്, ദ ആൻസർ അപ്പിയർ ഇൻ ദ സെയിം ഓർഡർ ഇൻ ദ ടെക്സ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആൻസർ സെയിം ഓർഡറിൽ തന്നെ ആയിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരിക്കലും ഈ ഒരു ടെക്സ്റ്റിൽ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് എഴുതാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. കാരണം നമ്മളോട് ഒരിക്കലും നമ്മുടെ ഒപ്പീനിയനെ പറ്റിയിട്ട് എക്സാമിനറോ അല്ലെങ്കിൽ ആരും നമ്മളോട് ചോദിക്കുന്നില്ല എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ നോളജ് ഇവിടെ എഴുതാൻ ഒന്നും ചോദിച്ചിട്ടില്ല അല്ലേ. പാസേജിൽ എന്താണോ ആ ഒരു ആൻസറിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മുടെ ആൻസർ എഴുതുക എന്നത് മാത്രമാണ് നമ്മളുടെ ടാസ്ക്. ഒരിക്കലും നമ്മുടെ നോളജോ നമ്മുടെ ഒപ്പീനിയനോ ചെക്ക് ചെയ്യാനല്ല ഈ ഒരു എക്സാം നടത്തുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഒരു നോളജിൻ്റെ ബേസിസിൽ ആൻസേഴ്സ് എഴുതാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ചിലപ്പോൾ എഴുതാമെന്നുള്ള രീതിയിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഒരിക്കലും എഴുതാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ബേസിക്കലി നമ്മുടെ ടിപ്സായിട്ട് വരുന്നത് ഫോർ ദ ഷോർട്ട് ആൻസർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പം ഐ തിങ്ക് ദറ്റ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ യു ഗൈസ്.
ടിപ്സ് മാത്രം ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല അല്ലേ, കുറച്ച് ഒരു സ്ട്രാറ്റജീസ് വേണം എങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഈ ടിപ്സ്, ട്രിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഇതിൻ്റെ ഒക്കെ ബേസിസിലാണ് ബേസിക്കലി റീഡിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിൽ മൂവ് ഓൺ ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി നമുക്ക് വേണ്ട സ്ട്രാറ്റജീസ്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് നോക്കാം. സോ ഫോർ ദിസ് ഐ വുഡ് സേ യു ഹാവ് ടു ഫോളോ ആൻ 8 സ്ട്രാറ്റജീസ്. ഒരു 8 സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എന്താണ് ഈ ഒരു സ്ട്രാറ്റജീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഹൈലൈറ്റ്. ഹൈലൈറ്റ്, ഐഡൻറ്റിഫൈ ആൻഡ് ഹൈലൈറ്റ് ദ കീവേഡ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ. എല്ലാ കൈൻഡ് ഓഫ് റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസിലും നമ്മൾ എപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ ആ ഒരു കീവേഡ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാവുന്ന ഏതെങ്കിലുമൊക്കെ 1, 2, 3 വേർഡ്സ് ഒക്കെ കീവേഡ്സ് ആണ്. ആ ഒരു വേർഡാണ് നിങ്ങളെ പാസേജിലേക്ക് പോയി ആൻസറിലേക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വേർഡിനെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ ഹൈലൈറ്റ് ഇറ്റ് വിത്ത് ഐദർ യൂസിങ് യുവർ പെൻസിൽ. ജസ്റ്റ് highlight those words and locate in the passage. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട ഒരു സ്ട്രാറ്റജി ആ ഒരു കീവേഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പാരാഫ്രേസ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റിനെ ഒന്ന് പാരാഫ്രേസ് ചെയ്യാം. നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ആ ഒരു ക്വസ്റ്റിനെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പാരാഫ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പാരാഫ്രേസ് ഓർ ഫൈൻഡ് സിനോണിംസ് ഫോർ ദി വേർഡ്സ് ഇൻ ദി ക്വസ്റ്റ്യൻസ്. നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള ആ ഒരു വേർഡിൻ്റെയും സിനോണിംസ് കണ്ടുപിടിച്ചാലും മതി. എന്താണ് ആ ഒരു വേർഡിൻ്റെ സിമിലറായിട്ട് വരുന്ന വേറൊരു വേർഡ് നമ്മുടെ പാസേജിൽ ചിലപ്പോൾ തന്നിട്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇയർ എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക, പക്ഷേ നമ്മുടെ പാസേജിൽ ആ ഒരു പർട്ടിക്കുലർ ഇയർ തന്നെ അവർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ 2000 എന്നൊരു ഇയർ പാസേജിലുണ്ടാവാം, ക്വസ്റ്റ്യനിൽ ഇയർ എന്ന് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം നമുക്ക് തരുന്നുണ്ടാവുക. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് കറണ്ട് നെയിം എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടാവും, പക്ഷെ നമുക്ക് പാരഗ്രാഫിൽ അല്ലെങ്കിൽ നമ്മുടെ പാസേജിൽ പ്രസൻറ്റ് നെയിം എന്നായിരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു സിനോണിംസ് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വേർഡ്സ് ആയിരിക്കാം നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ പാസേജിൽ തന്നിട്ടുണ്ടായിരിക്കുക. സോ യു ഹാവ് ടു പാരഫ്രേസ് ഓർ ടു ഫൈൻഡ് സിനോണിംസ് ടു ലൊക്കേറ്റ് ദ ആൻസേഴ്സ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ ആ ഒരു വേർഡ്സിനെ കണ്ടുപിടിച്ചിട്ട് either have to paraphrase or have to find the synonyms for the words. Okay. Then decide what kind of information you needed. നിങ്ങൾക്ക് ഏത് കൈൻഡ് ഓഫ് ഇൻഫർമേഷനാണ് പാസേജിൽ നിന്ന് ആവശ്യമുള്ളത് എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മളോട് ക്വസ്റ്റ്യനിൽ ഒരു നെയിം ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് എഴുതാനായിട്ട് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് സ്ലൈഡ് ആഫ്റ്റർ ദിസ് സ്ട്രാറ്റജി ഐ വിൽ ബി ഷോയിങ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കാണാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അതുപോലെ ഒരു നെയിം ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടാവാം. ഇനി അല്ലെങ്കിൽ ഒരു ഡേറ്റ് ആവാം, ക്യാൻ ബി എ ലൊക്കേഷൻ. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ ആയിരിക്കാം നമുക്ക് പാസേജിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതാണോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇഫ് ഇറ്റ് ഇസ് എ ഡേറ്റ് ഓർ എ ലൊക്കേഷൻ എന്താണെന്ന് ഉള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ദ തേർഡ് സ്ട്രാറ്റജി യു നീഡഡ് ടു ഡു ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, then scan for the tags to find the synonyms of these keywords in the question. നമ്മളുടെ ഓൾറെഡി നമ്മൾ കീവേഡ്സ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം ചെയ്തൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു കീവേഡിനെ വെച്ചിട്ട് നമ്മുടെ പാസേജിൽ ആ ഒരു കീവേഡിൻ്റെ സിനണിം ഉണ്ടോ എന്നുള്ളത് സ്കാൻ ചെയ്ത് നോക്കുക. അതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ സ്കാൻ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാം നമ്മുടെ ഈ ഒരു പാസേജിൽ ആ ഒരു ഏരിയയിൽ ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിനണിമായിട്ടുള്ളൊരു വേർഡ് വരുന്നുണ്ടോ എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, then identify 1 or 2 key sentence which contain the answer. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഈ ഒരു സിനണിംസ് ചിലപ്പോൾ ഒരു 3-4 എണ്ണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കാണാനായിട്ട് പറ്റുമായിരിക്കും അല്ലേ. പലയിടത്തും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു സെയിം മീനിങ് വരുന്ന കുറേ സിനണിംസ് അല്ലെങ്കിൽ 2-3 സിനണിംസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. ദെൻ ആ ഏരിയാസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. ടു ഐഡൻറ്റിഫൈ ദാറ്റ് ആൻഡ് ടു റീഡ് ഇറ്റ്. വായിച്ച് നോക്കുക എന്താണ് നമ്മളുടെ ആൻസർ അവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ആ ഒരു ഏരിയയിൽ ആ ഒരു സിനണിം അല്ലെങ്കിൽ ആ ഒരു കീവേഡ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ ഒരു ഏരിയ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, നൗ ചെക്ക് ഗ്രമാറ്റിക്കൽ, സ്പെല്ലിംഗ് ആൻഡ് ദ നമ്പർ ഓഫ് വേർഡ്സ്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്. പല സ്റ്റുഡൻസിനും ഏറ്റവും കൂടുതൽ തെറ്റ് പറ്റുന്നത് എന്ന് പറയുന്നത് ഓൾറെഡി ആ കൊടുത്തിരിക്കുന്ന ആൻസർ പാസേജിൽ നിന്ന് എഴുതുമ്പോൾ തെറ്റുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്, സ്പെല്ലിംഗ് തെറ്റുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ ഇറേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബാൻഡ് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മാർക്ക് കിട്ടാവുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു സെഷൻസൊക്കെയാണ് ഈ പറയുന്ന സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് പാസേജിൽ നിന്ന് ഒരു ആൻസർ എഴുതുമ്പോൾ ആ ഒരു വേർഡ്സിലെ സ്പെല്ലിങ് തെറ്റിക്കാതെ എഴുതുക. അത് പലർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അതൊരു തെറ്റിക്കാതെ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ ജസ്റ്റ് വെരിഫൈ, നമ്മൾ എഴുതി കഴിഞ്ഞിട്ടൊന്ന് വെരിഫൈ ചെയ്യുക, പാസേജും നമ്മുടെ ആൻസറുമായിട്ടൊന്ന് വെരിഫൈ ചെയ്യുക, കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു വേർഡ് ലിമിറ്റ് തന്നെയാണോ നമ്മൾ എഴുതിയിട്ടുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. ദെൻ റൈറ്റ് ദ ക്വസ്റ്റ്യൻ നമ്പർ ഇൻ ദ മാർജിൻ. നമ്മുടെ മാർജിനിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഇട്ട് വെക്കുക. ഇൻ കേസ് ഇഫ് യു നിങ്ങളൊരു ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ അവിടെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത പെട്ടെന്ന് കിട്ടുന്ന ആൻസേഴ്സിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചു വരുമ്പോൾ ഇവിടെ തന്നെയാണ് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൻ്റെ അവിടെ നിങ്ങൾക്ക് വായിക്കാം. വീണ്ടും ഇത് കണ്ടുപിടിക്കാനുള്ള ടൈം നിങ്ങൾക്ക് കളയേണ്ട ആവശ്യം വരില്ല. ഓക്കെ, then you can read that area again വായിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആൻസറിലേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ആ ഒരു മാർജിനിൽ അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ, ഒരു പാരഗ്രാഫിൻ്റെ സൈഡിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, so these are the few tips and strategies which are needed in doing these kind of short answer questions. And now we are moving to പ്രാക്ടീസ് സെക്ഷൻ. നമുക്ക് ഈ ഒരു ചെറിയൊരു പാസേജ് ഉണ്ട്. ഈ ഒരു പാസേജിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ? Let's go to the instruction. Look at the notice below. Using no more than 3 words or a number. നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്താ? No more than 3 words or a number. ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. 3 വേർഡ്സിൽ കൂടാൻ പാടില്ല, or a number ഇതിൽ കൂടാൻ പാടില്ല. ഇതാണ് നമുക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഒരു വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, and now let's go to the first question. What has been found in some fancy food products? Before that, നമ്മുടെ പാസേജിൻ്റെ ടൈറ്റിൽ എന്താ? ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് പ്രൊഡക്റ്റ് റിട്ടേൺ. ഇതാണ് നമ്മുടെ ഒരു പാസേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പാസേജിൻ്റെ ടൈറ്റിൽ കണ്ടു എന്തോ ഒരു പ്രൊഡക്റ്റിൻ്റെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ റിലേറ്റ് ചെയ്യുന്ന എന്തോ ഒരു കാര്യമാണ്, അതിൻ്റെ ഒരു നോട്ടീസാണ് അവരിവിടെ തന്നിരിക്കുന്നത്. ഇനി ഈ ഒരു നോട്ടീസിലുള്ള കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ പാസേജിൽ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാവുക. ആ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണം, ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം എന്താണ് ഇവർ കൊടുത്തിട്ടുള്ളത്. What has been found in some fancy food products? ചില ഫാൻസി ഫുഡ് പ്രൊഡക്ട്സിൽ നമുക്ക് എന്തോ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ what can be found out from that? എന്താണ് കാണാൻ പറ്റുന്നത്? നമുക്കിവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കീവേഡാണ് ഫാൻസി ഫുഡ്സ്. സോ ഇവിടെ നമുക്ക് ആദ്യത്തെ ലൈനിൽ തന്നെ ഫാൻസി ഫുഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് അവിടെ ഒന്ന് വായിച്ച് നോക്കാം. Fancy Foods wishes to inform the public that pieces of metals has been found in some jar of fancy food chicken curry. ഓക്കെ, ഓൾറെഡി നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട് എന്താണ് നമുക്ക് ഇവിടെ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് നമുക്ക് ഈ ചില ഫാൻസി ഫുഡ് പ്രൊഡക്ട്സിൽ കാണാൻ പറ്റുന്ന എന്താണ്? പീസസ് ഓഫ് മെറ്റൽസ് അല്ലേ? ഓൾറെഡി നമ്മുടെ ആൻസർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പീസസ് ഓഫ് മെറ്റൽസ് ദാറ്റ് പീപ്പിൾ ക്യാൻ ഫൈൻഡ് ഓർ ദി പബ്ലിക് ക്യാൻ ഫൈൻഡ് പീസസ് ഓഫ് മെറ്റൽസ് ഇൻ സം ജാർസ് ഓഫ് ഫാൻസി പ്രൊഡക്ട്സ്. നമുക്ക് 3 വേർഡ്സ് എഴുതാവുന്നത് കൊണ്ട് പീസസ് ഓഫ് മെറ്റൽ എന്ന് തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് ആൻസർ. ഓക്കെ, now going to the next one. Where can you find the batch number on the jars? ഇനി വേറെ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എവിടെയാണ് നമുക്ക് ഈ ബാച്ച് നമ്പേഴ്സ് കാണാൻ പറ്റുന്നത്? ഓൺ ദ ജാർ, ജാറിൽ എവിടെയാണ് നമുക്ക് ഈ ബാച്ച് നമ്പേഴ്സ് കാണാൻ പറ്റുന്നത്? അപ്പോൾ നമുക്ക് എവിടെയോ കാണാൻ പറ്റുന്നത്, ഒരു ലൊക്കേഷനാണല്ലേ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം.
എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു ആൻസേഴ്സ് ക്യാൻ ബി കം ഇൻ എൻ ഓർഡറിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ലൈനിൽ ഓൾറെഡി നമുക്ക് അവിടെ ആൻസർ കിട്ടി. ഇനി നമുക്ക് അടുത്ത ലൈനിലേക്ക് നോക്കാം അല്ലേ? ഓക്കെ, ബാച്ച് നമ്പർ എന്നൊരു വേർഡ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു അല്ലേ? ആ ഒരു തേർഡ് ലൈനിലായിട്ട് നമ്മൾ ബാച്ച് നമ്പർ എന്നൊരു വേർഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ട് ദ ബാച്ച് നമ്പർ ഇസ് പ്രിൻറ്റഡ് ഓൺ ദ ബോട്ടം ഓഫ് ഈച്ച് ജാർ. ഓൺ ദ ബോട്ടം ഓഫ് ഈച്ച് ജാർ. ഓൾറെഡി നമുക്ക് അവിടെ ഓൺ ദ ബോട്ടം ഓഫ് ഈച്ച് ജാർ എവിടെയാണ്, ഓരോ ജാറിൻ്റെ എവിടെയാണ് നമുക്ക് ഈ ഒരു ബാച്ച് നമ്പേഴ്സ് കാണാൻ പറ്റുക? ഓൺ ദ ബോട്ടം ഓഫ് ഈച്ച് ജാർസിൻ്റെ ബോട്ടത്തിലാണ് നമുക്ക് ഈ ഒരു ബാച്ച് നമ്പേഴ്സ് കാണാനായിട്ട് പറ്റുന്നത്. അത് ഓൾറെഡി അവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഇതിൽ നമുക്ക് 3 വേർഡ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് വേർഡ് എടുക്കാനായിട്ട് പറ്റും? ഓൺ ദ ബോട്ടം ഓഫ് ഈച്ച് ജാർസ് ഇതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, 3 വേർഡ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് വേർഡ് എടുക്കാം? ഓൾറെഡി അവിടെ ജാർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഓൺ ദ ജാർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓൺ ദ ബോട്ടം ഓഫ് ഈച്ച് ജാറിൻ്റെ ആവശ്യമുണ്ടോ? ഇനി ഓഫ് ഈച്ച് ജാറിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, അത് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ? ഓൺ ദ ബോട്ടം. സോ ദ ആൻസർ ക്യാൻ ബി ഓൺ ദ ബോട്ടം ഓർ ദ ബോട്ടം. ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഓൺ ദ ബോട്ടം എന്ന് എഴുതിയാലും ശരിയാണ്, ഓർ ദ ബോട്ടം എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ്. ഓക്കെ. All right. Now the third one. How much will you receive from an opened jar of contaminated chicken curry? അപ്പോൾ നമുക്ക് how much എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എമൗണ്ട് ആണ് ഇവരിവിടെ ഉദ്ദേശിക്കുന്നത്. എത്ര കിട്ടുന്നുണ്ട് ഫ്രം ആൻ ഓപ്പൺഡ് ജാർ? എത്രയാണ് നമുക്ക് ആ ഒരു എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓഫ് കോഴ്സ് നമ്മളോട് ഹൗ മച്ച് എന്ന് ചോദിക്കുന്നത് കൊണ്ട് നമുക്കൊരു എമൗണ്ട് ആണെന്നറിയാം. നമുക്കപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ കൊടുത്തിട്ടുള്ള എമൗണ്ടിലേക്ക് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് $10 കൊടുത്തിട്ടുണ്ട്, $5 കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് ലൊക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഏരിയ വായിച്ചു നോക്കാവുന്നതാണ്. And fancy foods will pay $10 for each jar returned unopened. നമ്മളോട് ഇവിടെ അൺഓപ്പൺഡ് ആയിട്ടുള്ള ജാർസിനാണെങ്കിൽ നമുക്ക് $10 കൊടുത്താൽ മതി റിട്ടേൺ ചെയ്യുമ്പം. ഇനി അതല്ലെങ്കിൽ and $5 for each jar already opened. ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള ജാർസ് ആണെങ്കിൽ നമുക്കതിന് $5 ആണ് കൊടുക്കേണ്ടത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റിസീവ് ഫോർ ആൻ ഓപ്പൺഡ് ജാർ. ഓപ്പൺ ആയിട്ടുള്ള ഒരു ജാറിന് നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടത്? സോ ഫോർ ഷുവർ വി ഹാവ് ടു പേ $5. സോ ദ ആൻസർ ഇസ് $5 അല്ലേ? $5 ആണ് ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള ഒരു ജാറിന് പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ? Okay, now the next question. If you have eaten chicken curry from a jar, which one of the batch number listed, whom should you contact? അപ്പം നമ്മൾ ആരെയോ കോണ്ടാക്റ്റ് ചെയ്യണം. ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെ പറ്റിയിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. ഒരാളുടെ പേരായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പോസ്റ്റിൻ്റെ പേരുമായിരിക്കാം ഉദ്ദേശിക്കുന്നത് അല്ലേ? എനിവേ, നമുക്ക് അങ്ങനെ ഒരു കാര്യം എന്തെങ്കിലും നമുക്കിവിടെ തന്നിട്ടുണ്ടോ? ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിൻ്റെ പേരോ തന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ ആ ഒരു സെക്കൻഡ് പാരഗ്രാഫ് വരെ കഴിഞ്ഞു. ഇനി നമുക്ക് അങ്ങോട്ടത്തേക്ക് തൊട്ട് മുകളിലേക്ക് ആൻസേഴ്സ് വരാനുള്ള ചാൻസസ് കുറവാണ്. തൊട്ട് താഴത്തേക്ക് നമുക്ക് നോക്കാം. തേർഡ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോ പേയ്മെൻറ്റ് എന്നുള്ളൊരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും നമുക്കൊരു ഒരാളുടെ പേരോ ഒരു പോസ്റ്റിൻ്റെ പേരോ തന്നിട്ടുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്, റീറ്റെയിലിംഗ് മാനേജർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ആ ഒരു ഏരിയ വായിച്ച് നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ടോ എന്നുള്ളത് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇഫ് യു ഹാവ് ഈറ്റൻ ചിക്കൻ കറി ഫ്രം എ ജാർ വിച്ച് വൺ ഓഫ് ദ ബാച്ച് നമ്പർ ലിസ്റ്റഡ് whom should you contact? ഓൾറെഡി കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ? നോ പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ഫോർ empty jars. Then which do not need to be returned. However, the company's retailing manager will be interested to hear from the people who have consumed chicken curry. Of course, ഓൾറെഡി കൺസ്യൂം ചെയ്തവർക്ക് ആരാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്? ഓൾറെഡി ചിക്കൻ കറി കൺസ്യൂം ചെയ്തിട്ടുള്ളവർ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? ഓഫ് കോഴ്സ്, ദ റീറ്റെയിലിംഗ് മാനേജർ. Whom should you contact? The retailing manager. Okay. Now the question number 8. What information do they ask you to provide about the jar of the chicken curry you ate? എന്ത് ഇൻഫോർമേഷൻ ആണ് ഇനി ഇവർ നിങ്ങളോട് ചോദിക്കുന്നത്? ഓൾറെഡി കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തിട്ടുള്ള ഈ ഒരു ചിക്കൻ കറിയിൽ നിങ്ങളോട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷനാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. വാട്ട് ഇൻഫർമേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ഇൻഫർമേഷൻ. എന്താണ് നമ്മളോട് ചോദിക്കുന്ന ഇൻഫർമേഷൻ? ആൻഡ് ദ ഇൻഫർമേഷൻ ഇസ്, നമ്മൾ ആ ഇൻഫർമേഷൻ എന്നൊരു വേർഡ് ലൊക്കേറ്റ് ചെയ്തു അല്ലേ?
ക്യാൻ ഗിവൻ ഇൻഫർമേഷൻ. നമ്മളിപ്പം കഴിഞ്ഞ ആ ഒരു ഒരു സെൻറ്റൻസിൻ്റെ നെക്സ്റ്റ് ഇൻ പെർട്ടിക്കുലർ എന്നൊരു സെൻറ്റൻസ്. In particular, it would be helpful if they can give information about the place of purchase. അല്ലേ? അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് അവർക്ക് വേണ്ട ഇൻഫർമേഷൻ എന്താ? പ്ലേസ് ഓഫ് പർച്ചേസ്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചിട്ടുള്ള സ്ഥലം. സോ ദ പ്ലേസ് ഓഫ് പർച്ചേസ്. സോ ദ ആൻസർ ഈസ് പ്ലേസ് ഓഫ് പർച്ചേസ്. ക്ലിയർ? Now the last question. What is the maximum reward foods is offering for information about who contaminated their product? അപ്പോൾ ഒരു മാക്സിമം റിവാർഡിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ഹിയർ ഓൾസോ ദേ ആർ ആസ്കിങ് ഫോർ ആൻ എമൗണ്ട്. ഒരു എമൗണ്ട് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം ഓഫ് കോഴ്സ് ഒരു എമൗണ്ട് ആണ് നമുക്കറിയാം. നമുക്ക് ഫുൾ വായിക്കണ്ടല്ലോ. ആ ഒരു എമൗണ്ട് പറയുന്ന ഒരു ഏരിയ നമുക്ക് വായിക്കാം. ഇവിടെ ഒരു $10,000 കാര്യം പറയുന്നുണ്ട്, $50,000 കാര്യം പറയുന്നുണ്ട്. ആൻഡ് ദ റിവാർഡ് എന്നൊരു വേർഡ് അവിടെ തന്നിട്ടുണ്ട് ഇൻ ദ ലാസ്റ്റ് പാരഗ്രാഫ്. അല്ലേ? ഫാൻസി പ്രൊഡക്ട്സ് ഫുഡ്സ് വിൽ പേ a reward of $10,000 to $50,000. ഓൾറെഡി അവിടെ എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയായിരിക്കും അവർക്ക് റിവാർഡ് കൊടുക്കുന്നത്? ക്വസ്റ്റ്യന് നമുക്കൊരു ഹൈലൈറ്റിംഗ് വേർഡ് ഇസ് ദ മാക്സിമം റിവാർഡ് എന്നാണ്. ഏറ്റവും കൂടുതൽ റിവാർഡ് ഇവർ ഇൻഫോം ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത്. വാട്ട് ഇസ് ഫോർ ഇൻഫോമിങ് അബൌട്ട് ദ ഹു കണ്ടാമിനേറ്റഡ് ദെയർ പ്രൊഡക്റ്റ്. അപ്പോൾ കൊടുക്കുന്ന മാക്സിമം എമൗണ്ട് എത്രയാണ്? നമ്മളോട് പറയുന്നത് ദേ ആർ പേയിങ് $10,000 to $50,000 ഫോർ ഇൻഫർമേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ മാക്സിമം എമൗണ്ട് ദേ ആർ പേയിങ് ഇസ് $50,000. ഓക്കെ, ദിസ് ഈസ് എ വെരി ഈസി പാസേജ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസേഴ്സ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതുപോലെ നിങ്ങളോട് ആ ക്വസ്റ്റ്യൻസിലെ ചില ടേംസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസേജിലേക്ക് ലൊക്കേറ്റ് ചെയ്യാനും ആൻസേഴ്സിലേക്ക് എത്താനുമായിട്ട് പറ്റും. സോ ബൈ ദ വേ ദിസ് ഈസ് ദ എൻഡ് ഓഫ് അവർ ലൈവ് സെഷൻ. ഇന്നത്തെ നമ്മുടെ ലൈവ് സെഷൻ ഏകദേശം എൻഡ് ചെയ്തു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ഈ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് ടു സീ യു ഓൾ വിത്ത് യെറ്റ് അനദർ ലൈവ് സെഷൻ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.